ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശ്വരറ്റ സ്നേഹിക്കപ്പെട്ട സഹോദരരെ, ആഭ്യന്തര കർമ്മ ആത്മീയതയുടെ 184 സെഷനാണല്ലോ ഇത്. 6-ാം സ്ഥാനത്തെക്കുറിച്ചുള്ള 24-ാമത്തെ വിചിന്തനവും. ഹാലലൂയ, ഹാലലൂയ, ഹാലലൂയ. 6-ാം സ്ഥാനത്തെക്കുറിച്ചുള്ള 5-ാമത്തെ അധ്യായത്തിൻ്റെ 6-ാമത്തെ ഖണ്ഡികയിലാണ് നമ്മൾ കഴിഞ്ഞ ദിവസം നിർത്തിയത്. തമ്പുരാൻ്റെ മുമ്പിൽ ആയിരിക്കുമ്പോൾ ആത്മാവിൻ്റെ അവസ്ഥയിൽ ഒരു വലിയ വിഷാദത്തിൻ്റെ അനുഭവം ആത്മാവിനുണ്ടാവാം. ആ വിഷാദത്തിൻ്റെയും നിരുന്മേഷത്തിൻ്റെയും കാരണം ദൈവം ഇതുപോലെ അനുഗ്രഹം തന്നെ ചൊരിയുമ്പോൾ തനിക്ക് തിരിച്ച് ദൈവത്തിന് കൊടുക്കണം ഒന്നുമില്ലോ എന്ന ചിന്തയാണ്. അങ്ങനെ ഒരിക്കൽ താൻ തന്നെ വിഷമിച്ചിരുന്ന അവസരത്തിൽ ക്രൂശരൂപത്തിന് പ്രാർത്ഥിച്ചിരിക്കുമ്പോൾ ആ ക്രൂശരൂപം തന്നെ ഈശോ തന്നെ തനിക്കൊരു ഉത്തരം നൽകിയെന്ന് അമദർശി പങ്കുവെക്കുകയാണ്. ആ ഉത്തരം ഇതാണ്: തൻ്റെ കഷ്ടാനുഭവത്തിൽ താൻ സഹിച്ച വേദനയും ദുഃഖവുമെല്ലാം അവിടെ സ്വന്തം എന്നോണം പിതാവിന് സമർപ്പിക്കുവാനായി ഈശോ അവൾക്ക് കൊടുത്തു. തൻ്റെ സ്വന്തം അനുഭവം പറയുന്നത് ഒരിക്കലും മറക്കാനും പാടില്ലാത്ത വിധം ആ അനുഭവത്തിൽ നിന്ന് അവൾക്ക് ആശ്വാസവും ആത്മീയ അഭിവൃദ്ധി സിദ്ധിച്ചുവെന്നാണ് എൻ്റെ അറിവ് എന്ന് മദ്രസ പറയുന്നു. ഞാൻ എന്നല്ല മദ്രസ പറയുന്നത്, എൻ്റെ അറിവ്. വേറെ ആളുകാർ പറയുന്നത് പറയുകയാണ്. ഇത് ആത്മീയതയിൽ ആഴപ്പെടുന്നവരെല്ലാം തങ്ങളുടെ അനുഭവങ്ങൾ പങ്കുവെക്കുമ്പോൾ ഒരിക്കലും എനിക്ക് അനുഭവം ഉണ്ടായി, എനിക്ക് ബോധ്യമുണ്ടായെന്ന് പറയല. പൗലോസ് തന്നെ സ്വർഗത്തിന് 3 തട്ട് വരെ ഉയർത്തപ്പെട്ട ഒരു വ്യക്തിയെ കർത്താവിന് എനിക്കറിയാമെന്ന് പറഞ്ഞുകൊണ്ട് 2 കൊരിന്തോസ് 12 പറഞ്ഞ് നമ്മൾ ഓർമ്മിക്കുകയാണ്. അപ്പോൾ ഇതാണ്. അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞു, ഇത് കരുണക്കൊന്തയിൽ ചെയ്യാനായിട്ട് വിശുദ്ധ ഫൗസ്റ്റീന വഴി ഈ നാളുകൾ ഈശോ നമ്മോട് ആവശ്യപ്പെട്ട അവസരം തന്നിരിക്കുന്ന കാര്യം തന്നെയാണ്. തമ്പുരാന്റെ പക്കല് സകല ലോക തിന്മകൾക്കും നമ്മുടെ തിന്മകൾക്കും സഹോദരങ്ങളുടെ തിന്മകൾക്കും പരിഹാരമായിട്ട് നൊന്ത് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ പ്രാർത്ഥന ഉപവാസവും ത്യാഗവും എന്നോട് ഒന്നും ഒരു തരത്തിൽ മൂല്യമുള്ളതല്ല. അവിടെ എന്തെങ്കിലും മൂല്യമുള്ളത്, ഏറ്റവും മൂല്യമുള്ളത് ഈശോയുടെ ബലിയാണ്, ബലിയുടെ യോഗ്യതകളാണ്. കർത്താവിന് തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും പിതാവെ അങ്ങേക്ക് കാഴ്ച അർപ്പിക്കുന്നു എന്നുള്ള പ്രാർത്ഥന. ഒരുത്തി പറഞ്ഞത് കരുണക്കൊന്തയുടെ അതേ കാര്യം തന്നെയാണ് മദ്രസ്യക്ക് ആ നാളുകളിൽ ഈ ഒരു അനുഭവത്തിന് നടുവിൽ ഈശോ വെളിപ്പെടുത്തി കൊടുക്കുന്നത്. നമുക്കറിയാം, എബ്രാസ്യാമ്മയുടെ ലിഖിതങ്ങൾ വായിക്കുമ്പോഴും എബ്രാസ്യാമ്മയുടെ ഈശോ പറയുന്നതായിട്ട് ആവർത്തിച്ച് തന്നെ കാണാൻ പറ്റുന്നുണ്ട്. മോളെ, എൻ്റെ പീഡാസഹനങ്ങൾ നീ പിതാവിൻ്റെ പക്കൽ കാഴ്ചവെച്ച് പാപികളുടെ മാനസാന്തരത്തിന് വേണ്ടി നീ പ്രാർത്ഥിക്കണം. അനേകരുടെ നാശത്തിലേക്ക് പോകുന്ന കണ്ട് എൻ്റെ ഹൃദയം സഹിക്കരുതാത്ത വിഷമം അനുഭവിക്കുകയാണ്. നീ എൻ്റെ പിതാവിൻ്റെ പക്കൽ അതെല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിച്ച് അതിൻ്റെ കരുത്ത് ലോകത്തിന് വേണ്ടി നേടിയെടുത്തേ എന്ന് എബ്രാസ്യാമ്മയോട് ഈശോ പറയുന്നു. പറയാം, എബ്രാസ്യാമ്മ നമ്മുടെ നാട്ടിൽ ജീവിച്ചിരുന്ന ആളുകൾ തന്നെയാണ് ഫൗസ്റ്റീന പോളണ്ട് ജീവിച്ചത്. എൻ്റെ ഒരേ കാലഘട്ടത്തിലാണ്. എബ്രാസ്യാമ്മ കൂടുതൽ വർഷം ജീവിച്ചത്, 70 വയസ്സിലെത്തി ജീവിച്ചിരുന്നു. ഫൗസ്റ്റീന 31 വയസ്സ് മരിച്ചു. അവരുടെ ജന്മ കാലഘട്ടം ഒരുപോലെ തന്നെയാണ് ആ ജീവിതത്തിന്റെ കാലഘട്ടം. അപ്പൊ തമ്പുരാന്റെ ഉള്ള് അവിടുന്ന് ആ സമയത്ത് പോളണ്ടിൽ നമ്മുടെ കേരളത്തിൽ ഒരുപോലെ വെളിപ്പെടുത്തിയതാണ്. അതിനു മുമ്പ് ഇത് അമദ്രസയ്ക്ക് വെളിപ്പെടുത്തിയിരിക്കുന്നു. അപ്പൊ നമ്മൾ എന്തുമാത്രമാണ് കരുണക്കൊന്ത ചൊല്ലി ആ രീതിയിൽ കുർബാനയെ സംബന്ധിക്കുന്ന അടിസ്ഥാനപരമായ കാര്യം, ഒരു ദിവസം പോലും കുർബാന മുടക്കരുത് എന്നുള്ളത് നിർബന്ധം. ഈശോയുടെ പരിഹാര യോഗ്യതയിൽ നമ്മൾ പിതാവിന്റെ പക്കലേക്ക് ലോകം മുഴുവനും വേണ്ടി അർപ്പിച്ചുകൊണ്ടേയിരിക്കണം ദിവസം ഒന്നെങ്കിലും കുർബാന സംബന്ധിച്ച്. അതിനൊപ്പം തന്നെ ദിവസത്തിന്റെ പരമാവധി സമയം ഈ രീതിയിൽ നമ്മൾ ഈശോയുടെ യോഗ്യതകളെ ലോകത്തിന് വേണ്ടി നമ്മൾ നേടിയെടുക്കണം. കൃപയ്ക്ക് മേൽ കൃപ, അവന്റെ പൂർണ്ണത എന്നെല്ലാം പ്രാപിച്ചിരിക്കുന്നു, നമുക്ക് വേണ്ടി നൽകപ്പെട്ടിരിക്കുന്നു. യോഹന്നാൻ 1 വായിക്കുന്നത് അവന്റെ പൂർണ്ണതയിൽ നാം എല്ലാം കൃപയ്ക്ക് മേൽ കൃപ നമുക്കായി കരുതപ്പെട്ടിരിക്കുകയാണ്, വെച്ചിരിക്കുകയാണ്. നമ്മൾ സ്വീകരിക്കണം, സ്വന്തമാക്കണം. പ്രാർത്ഥന വഴി ഡൗൺലോഡ് ചെയ്തെടുക്കണം ദൈവത്തിന്റെ ശക്തി, കൃപാവരത്തിന്റെ നിറവ്. ഇതാണ് അമ്മത്രേസ്യ അങ്ങനെ വിഷമിച്ചപ്പോൾ ഈശോ പറഞ്ഞു കൊടുക്കുന്ന മാർഗം, പ്രതിവിധി എത്രയോ മനോഹരമാണ്. നമുക്ക് കരുണക്കൊന്തയിൽ കൂടുതൽ ബോധ്യത്തോടെ, ആത്മാർത്ഥതയോടെ, ഫലപ്രദമായ രീതിയിൽ, ശ്രദ്ധയോടെ, ദൈവസ്നേഹത്തോടെ, ചുറ്റുമുള്ള ലോകം മുഴുവനെ ഓർത്തുള്ള നൊമ്പരത്തോടെ, സഹോദര സ്നേഹത്തോടെ വ്യാപരിക്കാനുള്ള വലിയൊരു ഉത്തേജനം ഈ ഒരു വ്യക്തത വഴിയായിട്ട് നമുക്ക് കിട്ടുന്നുണ്ട്, അല്ലേ? ഹല്ലേലൂയ, ഹല്ലേലൂയ. പൗലോസ് പറയാണ്, ഒരിക്കലും മറക്കാനും പാടില്ലാത്ത വിധം ആ അനുഭവത്തിൽ നിന്ന് അവൾക്ക് ആശ്വാസവും ആത്മീയ അഭിവൃദ്ധി സിദ്ധിച്ചു. അത് അങ്ങനെ വെച്ചുകൊണ്ട് അമദ്രസ ഒരുപാട് പ്രാർത്ഥിച്ചു തന്നെ അർത്ഥം. ഏത്? ഈശോയുടെ പീഡാസഹനത്തിന്റെ അനന്തമായ യോഗ്യതകളെ പിതാവിന്റെ പക്കൽ സമർപ്പിച്ച് അമദ്രസ ഒരുപാട് പ്രാർത്ഥിച്ചു. അത് അമദ്രസയ്ക്ക് പ്രാർത്ഥിക്കുന്ന ഒരു ആശ്വാസമായിരുന്നു, ആത്മീയ അഭിവൃദ്ധിയുമായിരുന്നു എന്ന് അമദ്രസ ഉറപ്പ് പറയുകയാണ്. അപ്പൊ ഈ നമുക്കും അത് തന്നെ ഉണ്ടാവണം. കരുണക്കൊന്തയിലൂടെയും കുർബാനയിലൂടെയും ഈ രീതി സമർപ്പിച്ച് കയറി വരിക വഴി ദുഃഖാർത്ഥയാകുമ്പോഴൊക്കെയും അതോർത്താൽ അവൾക്ക് ആശ്വാസവും ഉന്മേഷവും ഉണ്ടാകും ആത്മാവിന്.
ദുഃഖാർത്ഥ തനിക്ക് ഒന്നും ചെയ്യാനായിട്ടില്ലല്ലോ എന്നുള്ള ചിന്ത വന്നിട്ട് ദുഃഖം ഉണ്ടാകുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. അങ്ങനെ ദുഃഖമുണ്ടാകുമ്പോഴൊക്കെ ഈ ഒരു സമർപ്പണത്തിലേക്കാണ് അവൾ വരേണ്ടത്. അതുവഴി അവൾക്ക് ആശ്വാസം ഉണ്ടാകും. കരുണക്കൊന്ത ചെല്ലുന്ന പോലെയുള്ള പ്രാർത്ഥനകൾ കയറി വരണമെന്നാണ്. ഈ സന്ദർഭങ്ങളിൽ ഉദ്ധരിക്കാവുന്ന അനേകം ദൃഷ്ടാന്തങ്ങൾ ഇനിയുമുണ്ട്. അപ്പോൾ ഇതുപോലെയുള്ള അനുഭവത്തിലൂടെ കടന്നുപോയ വ്യക്തികളെ കുറിച്ച് നമ്മൾ ഒത്തിരി ഇനിയും പറയാനായിട്ടുണ്ട്. പരിശുദ്ധരും പ്രാർത്ഥന നിരതരുമായ നിരവധി ആളുകളോട് ഇടപെടേണ്ട ആവശ്യം എനിക്കുണ്ടായിട്ടുള്ളതിനാൽ അതുപോലുള്ള ധാരാളം സംഗതികൾ അറിയാൻ എനിക്ക് അവസരം ലഭിച്ചിട്ടുണ്ട്. മറ്റു പല വ്യക്തികളെക്കുറിച്ച് ഇതേ അനുഭവത്തിൽ കടന്നു പോകുന്നതായിട്ട് എനിക്ക് അറിയാൻ പറ്റാൻ മനസ്സ് പറയുകയാണ്. നമ്മൾ തന്നെ ഇപ്പോൾ ഫൗസ്റ്റീനയുടെ കാര്യവും എബ്രാസിയുടെ കാര്യവും സൂചിപ്പിച്ച് കഴിഞ്ഞ് നമുക്ക് വ്യക്തമായി അറിയാവുന്ന വിശ്വസ്തരുടെ ജീവിതത്തിലെ അനുഭവങ്ങളും മമദ്രേശയുടെ ജീവിതത്തിൽ അന്ന് ഒരുമിച്ച് മഠത്തിലേക്ക് ഉണ്ടായിരുന്ന അനേക വ്യക്തികൾ ഇതേ അനുഭവത്തിൽ കൂടെ കടന്നു പോയിരുന്നവരാണ്. അപ്പം അങ്ങനെയുള്ളവരോടും ഈശോ ഇതുപോലെ വെളിപ്പെടുത്തി കൊടുത്ത് അവരും അതുപോലെയുള്ള പ്രാർത്ഥനയിലേക്ക് വന്നിട്ടുണ്ട്. അതുവഴി അവർക്ക് വലിയ ആത്മീയ ആശ്വാസവും ആത്മീയ വളർച്ചയും ഉണ്ടാക്കാൻ ഇടവന്നിട്ടുണ്ട് എന്ന് മദ്രസയ്ക്ക് അറിയാമെന്ന് മദ്രസ പറയുന്നത്. എന്നാൽ സ്വന്തം അനുഭവം തന്നെയാണ് ഞാൻ വിവരിക്കുന്നതെന്ന് നിങ്ങൾ വിചാരിക്കാതിരിക്കാൻ വേണ്ടി ഞാൻ വിട്ടുകളയുന്നു. ഞാൻ വേറെ ആരുടെ അനുഭവം പങ്കുവെക്കുന്നില്ല. പങ്കുവെച്ചാൽ ഞാൻ എൻ്റെ അനുഭവം എൻ്റെതല്ലാത്ത പറ്റി പറയുന്നതാണെന്ന് നിങ്ങൾ വിചാരിക്കുകയുള്ളൂ. അപ്പോൾ ഇപ്പോൾ പറഞ്ഞ അനുഭവം അത് സ്വന്തം അനുഭവം തന്നെയാണെന്നുള്ള അവിടെ ഉറപ്പാവുകയാണ് എന്ന് പറഞ്ഞ മൊത്തത്തിൽ കൂടുതൽ ഉദാഹരണങ്ങൾ പറയുന്നത് ഒഴിവാക്കുകയാണ്. മേൽപ്പറഞ്ഞ സംഭവം വളരെ പ്രയോജനകരമാണ്. അതായത് ഈ ഈശോയുടെ പിടാസഹനങ്ങളെ കാഴ്ചവെച്ചുകൊണ്ട് പ്രാർത്ഥിക്കാനുള്ള നിർദ്ദേശം കിട്ടിയ സംഭവം അത് വളരെ പ്രയോജനകരമാണ്. തന്നെത്താൻ അറിയാൻ നാം ആരംഭിക്കുകയും നമ്മുടെ ദാരിദ്ര്യവും നിസ്സഹായസ്ഥതയും മനസ്സിലാക്കാനും ദൈവം തന്നിട്ടുള്ളതല്ലാതെ സ്വന്തമായി നമുക്ക് ഒന്നുമില്ലെന്ന് ഉറച്ച ബോധ്യം വരുത്താനും നിരന്തരം പരിശ്രമിക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ കർത്താവിന് എന്തുമാത്രം സംതൃപ്തി ഉണ്ടാകുമെന്നറിയാൻ ആ സംഭവം നമ്മെ സഹായിക്കും. അപ്പോൾ മദ്രസ്യ തൻ്റെ നിസ്സാരത അറിഞ്ഞ് വല്ലാണ്ട് വിഷമിച്ചിരുന്നപ്പോഴാണ് ഈശോ ഈ ഒരു വെളിപ്പെടുത്തൽ കൊടുത്തത്. ഏത് തൻ്റെ പിടാസഹനത്തെ കാഴ്ചവെച്ച് പ്രാർത്ഥിക്കണമെന്ന്. അപ്പം മദ്രസ്യ ആ ഒരു സ്വന്തം നിസ്സാരതയിൽ നിസ്സഹായതയിൽ വിഷമിച്ച് ദൈവത്തിൻ്റെ നന്മയുടെ ആധിക്യം ഓർത്തും ഒപ്പം ചുറ്റുമുള്ള ലോകത്തിൻ്റെ തിന്മയുടെ ആധിക്യം കൊണ്ട് വേദനിച്ചും ഇരുന്നത് ഈശോയ്ക്ക് എത്ര തൃപ്തികരമായിരുന്നു. അവിടത്തേക്ക് അത് തൃപ്തികരമായി ആ നൊമ്പരത്തിലേക്ക് മദ്രസ്യ വന്നത്, ആ നൊമ്പരം അനുഭവിച്ച ആ നൊമ്പരം. അതുകൊണ്ടാണ് ഈശോ ആ ഒരു മനോഹരമായ പ്രതിവിധി തൻ്റെ തന്നെ ബലിയർപ്പെടുത്തേണ്ട യോഗ്യതയെ സമർപ്പിക്കാനുള്ള മാർഗം കാണിച്ചു കൊടുത്തത്. അപ്പോൾ ഈശോയ്ക്ക് അതിനേക്കാൾ കൂടെ ഒന്നും വേറെ പറയാനില്ല. അപ്പോൾ തൻ്റെ തന്നെ ജീവിതത്തിൻ്റെ സമർപ്പണത്തെ എടുത്ത് ഉപയോഗിക്കാൻ ഇങ്ങനെ അതിലൂടെ കടന്നു കയറി വരാൻ ഈശോ അനുവദിച്ചു എന്നതിൽ നിന്ന് ഈശോയ്ക്ക് ഈ ഒരു ആത്മീയ നൊമ്പരത്തിലൂടെ ഒരു ആത്മാവ് കടന്നു വന്നതിൻ്റെ നിസ്സാരത അറിഞ്ഞുകൊണ്ട് ദൈവത്തിൻ്റെ പക്കൽ കരുണയ്ക്ക് വേണ്ടി ചോദിച്ചുകൊണ്ട് നിൽക്കുന്ന എന്തുമാത്രം തൃപ്തികരമാണ് നമുക്ക് ഉറപ്പാകുന്നു എന്ന് മദ്രസ്യ പറയുകയാണ്. മനസ്സിലായല്ലോ അല്ലേ? ഹല്ലേലൂയ, ഹല്ലേലൂയ. തന്നെത്താൻ അറിയാൻ നാം ആരംഭിക്കുകയും നമ്മുടെ നിസ്സാരത, നമ്മുടെ ദാരിദ്ര്യവും നിസ്സഹായസ്ഥതയും മനസ്സിലാക്കാനും ദൈവം തന്നിട്ടുള്ളതല്ല സ്വന്തമായി നമുക്ക് ഒന്നുമില്ലെന്ന് കുറച്ച് ബോധ്യം വരുത്താനും നാം നിരന്തരം പരിശ്രമിക്കുകയും ചെയ്യുമ്പോൾ അതാണ് നമ്മൾ ആയിരിക്കേണ്ട അവസ്ഥ. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ കർത്താവിന് എന്തുമാത്രം സംതൃപ്തി ഉണ്ടാകും, നമ്മൾ കറക്റ്റ് വഴിയിൽ തന്നെ പോകുമെന്നുള്ളത് അതിൻ്റെ ഉറപ്പാണ്. ദൈവത്തിന് സംതൃപ്തി എന്നറിയാൻ ഈ സംഭവം നമ്മളെ സഹായിക്കുന്നു. അതിനാൽ സഹോദരിമാരെ, ഇതിനു വേണ്ടി മാത്രമല്ല അവിടുന്ന് ഈ പദവിയിൽ എത്തിച്ചിട്ടുള്ള ആത്മാവിനെ നേരിടാവുന്ന മറ്റനവധി അനുഭവങ്ങൾ കടന്നു പോകാനും ധീരത അത്യാവശ്യമാണ്. അപ്പോൾ ധീരതയെക്കുറിച്ച് മൊത്തത്തിൽ പറഞ്ഞു വരികയായിരുന്നു. നമുക്ക് നല്ല ധീരത ആവശ്യമുണ്ട് ഈ ആത്മാനുഭവത്തിൽ കൂടെ ദൈവത്തെ നയിക്കപ്പെട്ടു പോകാനായിട്ട്. അവിടെ ഇങ്ങനെയുള്ള ഒരു അനുഭവത്തിൽ കടന്നു പോകാൻ വീണ്ടും ധീരത ആവശ്യമാണ്. അവൾക്ക് വിനയമുണ്ടെങ്കിൽ മറ്റു പദവികളിൽ എന്നതിനേക്കാൾ ഈ ഒടുവിൽ പറഞ്ഞതിൽ ആ ധൈര്യം കൂടുതൽ ആവശ്യമാണെന്ന് അത്ര എനിക്ക് തോന്നുന്നത്. ഇവിടെ നല്ലപോലെ ധൈര്യം വേണം ഈ ഒരു നിസ്സഹായതയിൽ മനസ്സിടിഞ്ഞു പോകാതിരിക്കാൻ. മനസ്സിൻ്റെ തൻ്റെ ഇല്ലായ്മ തിരിച്ചറിഞ്ഞ് വല്ലാത്ത നിരുന്മേഷവും വിഷാദവും കയറി വരുന്നിടത്ത് വിഷാദത്തിന് അടിപ്പെട്ടു പോകാതെ നിരുന്മേഷത്തിൽ ഉൾപ്പെട്ടു പോകാതെയും ഇതുപോലെ ഈശ്വര യോഗ്യതകളെ പറഞ്ഞ് സമർപ്പിച്ച് പ്രാർത്ഥിച്ച് മുന്നേറാനുള്ള ധീരത, അതിന് ധീരത ആവശ്യമാണ്. ഈ സാഹചര്യത്തെ പ്രത്യേകിച്ച് അത്യാവശ്യമാണ്. അതിനുപകരിക്കുന്ന വിനയം നമുക്ക് തരാൻ അവിടത്തേക്ക് അനുവുണ്ടാകട്ടെ. ഇവിടെ നമുക്ക് വിനയമാണ് വേണ്ടത്. എനിക്ക് ഒന്നുമില്ല, എൻ്റെ ഇല്ലായ്മ ഞാൻ തിരിച്ചറിയുന്നു. ആ ഇല്ലായ്മയുടെ അവബോധത്തിൽ വിനയത്തോടുകൂടി ആയിരുന്നു കൊണ്ട് ഈശോയുടെ യോഗ്യതകൾ ഇങ്ങനെ സമർപ്പിച്ച് മുന്നേറണം. ഹല്ലേലൂയ. അതൊരു ധീരതയുടെ പ്രവൃത്തിയാണെന്ന് മദ്രസ്യ വ്യക്തമാക്കുകയാണ്. 7ാമത്തെ ഖണ്ഡിക, പൊടുന്നനമേ ഉണ്ടാകുന്ന ആനന്ദ പാരവശ്യത്തെക്കുറിച്ചുള്ള പ്രതിപാദനത്തിലേക്ക് പിന്തിരിയാം.
അപ്പം അതേക്കുറിച്ച് പറയാൻ തുടങ്ങിയപ്പോൾ തന്നെയാണ് ചില ചിന്തകൾ മദ്രസ പറഞ്ഞത്, എന്തിനാ ഇത് ഉണ്ടാക്കുന്നത്, തടയാൻ പറ്റുമോ, ധീരത ആവശ്യം, തടയാൻ നോക്കരുത്, അതിൻ്റെ കാര്യങ്ങളെല്ലാം മദ്രസ പറയുമായിരുന്നു. ഉദാഹരണം പറഞ്ഞതും ഈ അല്ലെ കാന്തം ആകർഷിക്കുന്ന പോലെ പൊങ്ങുന്നു, അല്ലെ കൊച്ചോടത്തെ വലിയ തിരമാലെടുത്ത് എറിയുന്ന അനുഭവമൊക്കെ ഉദാഹരണമൊക്കെ പറഞ്ഞത് അതിൻ്റെ ഒരു തടയാൻ പറ്റുകയെന്ന് വ്യക്തമാക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി അതിൻ്റെ ഈ ആനന്ദപരവേശത്തിൻ്റെ വിശദീകരണങ്ങളിലേക്ക് വരികയാണ്. ആത്മാവ് ശരീരത്തിൽ നിന്നും വേറുപെട്ടു പോയ പ്രതീതിയാണ്. ആത്മാവ് ശരീരത്തിൽ നിന്നും വേറുപെട്ടു പോയ പ്രതീതിയാണ് അത് ഉളവാക്കുന്നത്. എന്നാലും മരിച്ചിട്ടില്ലെന്ന് തീർച്ചയായും അറിയുകയും ചെയ്യാം. ഏതാനും നിമിഷത്തേക്ക് അവൾക്ക് പോലും നിശ്ചയമില്ല ആത്മാവ് ശരീരത്തിൽ ഉണ്ടോ ഇല്ലയോ എന്ന്. മരിച്ചു പോയ പോലെ ആയി പോകുന്നു. ഒരുപക്ഷെ ഇതായിരിക്കും ഓരോ സംസാരം പറയുന്നത്, ശരീരത്തോടു കൂടിയാണോ അല്ലയോ എന്ന് അറിഞ്ഞുകൂടാ, സ്വർഗത്തിൻ്റെ 3-ാം തട്ട് വരെ ഉയർത്തപ്പെട്ട ഒരാളെ കർത്താവിൽ എനിക്കറിയാം, ശരീരം ഉണ്ടായിരുന്നോ ഇല്ലോ എനിക്ക് അറിയത്തില്ല എന്ന് ഓരോ സംസാരം 2:12 പറയുന്നു. ഒരുപക്ഷെ ഇതിൻ്റെ ഒരു സൂചന അങ്ങനെയൊക്കെ ആയിരിക്കാം. വേണമെങ്കിലും നമ്മൾ ജീവിക്കുന്ന ലോകത്തിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായ വേറൊന്നിലായിരുന്നുവെന്നാണ് അവരുടെ അനുഭവം. അപ്പം ഇവിടെ അല്ല, വേറൊരു ലോകത്തിലേക്ക് കയറി പോകുന്നത്. ഇവിടുത്തെ വെളിച്ചത്തേക്കാൾ തുലവും ഉദ്ദീപ്തമാണ് അവിടെ അവൾ ദർശിച്ച പ്രകാശം. ഇവിടെയുള്ള ഈ പ്രകാശവും കാര്യങ്ങളും വ്യക്തതകളും ബോധ്യ അനുഭവങ്ങളും അതിനേക്കാളൊക്കെ എത്രയോ ദീപ്തമാണ്, ഉദ്ദീപ്തമാണ്, പ്രകാശമാനമാണ്, ഉജ്ജ്വലമാണ് അവിടുത്തെ അനുഭവങ്ങളും കാര്യങ്ങളും കാഴ്ചകളും പ്രകാശമെല്ലാം. അതും അതുപോലുള്ള മറ്റനുഭവങ്ങളും ആയുഷ്കാലം മുഴുവൻ പരിശ്രമിച്ചാലും സങ്കല്പശക്തി കൊണ്ട് രൂപീകരിക്കാൻ ഒരിക്കലും സാധിക്കുന്നതല്ല. ആയുഷ്കാലം മുഴുവൻ ഒരു വ്യക്തി എന്തെല്ലാം പരിശ്രമം എടുത്താലും ഒരിക്കൽ പോലും അങ്ങനത്തെ ഒരു അനുഭവത്തിൻ്റെ ഒരു ചെറിയ നിമിഷം പോലും ഉണ്ടാക്കാൻ നമ്മളെ കൊണ്ട് പറ്റത്തില്ല. അതുപോലത്തെ അന്തരമുണ്ട് ഈ ആത്മീയ അനുഭവത്തിന് നമ്മൾ വീണ്ടും ആവർത്തിക്കുകയാണ്. ഒരു നിമിഷത്തിനുള്ളിൽ ഒരേ സമയത്ത് എന്തെല്ലാം സംഗതികളാണെന്നോ അവൾക്ക് ബോധ്യമാവുകയാണ്. ഒരുപാട് കാര്യങ്ങൾ. നേരത്തെ അവസ്ഥ പറയുകയുണ്ടായി, യാക്കോബ് ഗോവണിയുടെ സ്വപ്നം കണ്ടപ്പോൾ, മോശയ്ക്ക് ഹോറേബിൽ കത്തിന്ന് മുൾപ്പടപ്പ് കണ്ടപ്പോൾ ചുരുങ്ങിയ നിമിഷങ്ങളേ ഉള്ളൂ, പക്ഷെ ഒരുപാട് കാര്യങ്ങൾ ബോധ്യപ്പെട്ടു. അതവിടെ ജീവിതം മുഴുവനും മാറ്റിമറിച്ചു. മോശയ്ക്ക് അനേക വർഷങ്ങളിലേക്ക് വലിയ കഷ്ടപ്പാട് സഹിച്ചുകൊണ്ട് ജീവിതം മുഴുവനും ദൈവത്തിന് വേണ്ടിയിട്ട് ചിലവഴിക്കാൻ ജനത്തെ കൊണ്ട് പോകാനുള്ള ബോധ്യവും കരുത്തും ഉറപ്പും എല്ലാം ആ ഒരു ദർശനത്തിൽ കൂടെ കിട്ടി. അപ്പം ചെറിയ ഒരു അനുഭവം ഉള്ളെങ്കിൽ പോലും അതുവഴി കിട്ടുന്ന ബോധ്യം അസാമാന്യമാണ് എന്ന് നമ്മൾ പറയുകയാണ്. ഒരു നിമിഷത്തിനുള്ളിൽ ഒരേ സമയത്ത് എന്തെല്ലാം സംഗതികളാണെന്നോ അവൾക്ക് ബോധ്യമാകുന്നത്. ഭാവനയും ബുദ്ധിയും കൊണ്ട് അനേകം മത്സരങ്ങൾ പരിശ്രമിച്ചാലും അതിലൊന്നിൻ്റെ ആയത്തിൽ ആവശ്യം ഗ്രഹിക്കാൻ കഴിയുന്നതല്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ യേശു മിശിഹായുടെ സമൃദ്ധമായ കൃപയും അനുഗ്രഹങ്ങളും പിതാവായ ദൈവത്തിൻ്റെ അവർണ്ണനീയമായ സ്നേഹവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ നിരന്തരമായ സഹവാസ സ്നേഹമുള്ള സഹോദരങ്ങളെ നമ്മെല്ലാവരും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതി ആയിരിക്കട്ടെ.